ഹലോ ഗായ്സ് ഞങ്ങൾ എനർജറ്റിക് ആയിട്ട് തുടങ്ങാൻ പോവാണ്. നിങ്ങൾ വൈബ്രൻറ്റ് ഡാൻസ് ഞങ്ങളുടെ കണ്ടത് കോറം പാർക്കിലാണ്. ഈ കോറം പാർക്കിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഓൺ ദ റൈറ്റ് സൈഡ് യു ക്യാൻ സീ എ ബ്യൂട്ടിഫുൾ കോഫി ഷോപ്പ്. അന്ന് അവിടെ കുറേ പിങ്ക് ഡ്രസ്സ് ഇട്ട് കുറേ പേരുണ്ടായിരുന്നു. എന്താണ് സംഭവം നടക്കണമെന്ന് മനസ്സിലായില്ല. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ മെനക്കെട്ടില്ല. ഓക്കെ, സീ ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് ദ കോഫി ഷോപ്പ്. അത് ഞങ്ങളിങ്ങനെ ചുമ്മാ പാർക്കിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ ഇങ്ങനെ ബ്യൂട്ടി കാണുമായിരുന്നു. ചുമ്മാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജോസ്ഫർ ഒരു സൈക്കിൾ ഷോപ്പ് കണ്ടു. ആ സൈക്കിൾ ഷോപ്പിലേക്ക് അവൻ എങ്ങനെ പോയി ചെന്ന് അവൻ അവിടുന്ന് ഒരു സൈക്കിൾ എടുക്കാൻ നോക്കി. അപ്പോൾ അതിൽ നിന്ന് അവന് സെലക്ട് ചെയ്യുകയാണ് സൈക്കിൾ ഏത് വേണം എന്നൊക്കെ അവൻ സെലക്ട് ചെയ്യുകയാണ്. ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അവിടെ സൈക്കിൾ റെൻറ്റിനൊക്കെ എടുക്കണമെന്ന്. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു റിസപ്ഷനിൽ പോയപ്പോൾ വാസ് എൻ ആഫ്രിക്കൻ ലേഡി. പുള്ളിക്കാരി പറഞ്ഞത് 1 റിയാലേ ഉള്ളൂ ഫോർ 1 അവർ അല്ലേ. 1 അവർ 1 റിയാൽ. സോ ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഏതായാലും അവൻ വിടാൻ പോകില്ലേ ജോസ്ഫർ. അവൻ സൈക്കിൾ വേണം എവിടെ സൈക്കിൾ കണ്ടാലും അവന് സൈക്കിൾ വേണം. അതുകൊണ്ട് ഞങ്ങൾ എമൗണ്ട് കൊടുത്തിട്ട് അവൻ സെലക്ട് ചെയ്യാൻ തുടങ്ങി. മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു അവന് ഏത് സൈക്കിൾ എടുക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കിൾ കണ്ടപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഫൈനലി അവൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. ആൻഡ് സെലക്ട് ചെയ്ത് അവൻ മുന്നോട്ട് പോയി അവന് അവിടെ നിന്നെല്ലാം ഒരു കറക്കമൊക്കെ കറങ്ങി അവന് മുന്നോട്ട് പോവുകയാണ്. പിന്നെ അപ്പോഴാണ് നമ്മുടെ കണ്ടോ, ജൂഡിനൊരു ആഗ്രഹം സൈക്കിൾ ഒന്ന് നോക്കണമെന്ന്. അത് ട്രൈ സൈക്കിൾ ആയതുകൊണ്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ട്രൈ, സെക്കൻഡ് ട്രൈ ആൻഡ് തേർഡ് ട്രൈ ഉപേക്ഷിച്ചു അവിടെ. ഫൈനലി ഞങ്ങൾ പോവാം എന്ന് പറഞ്ഞ് ഞാൻ ജൂഡിനെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കാൻ. ഈ ബാക്കി ഷൂട്ട് ചെയ്യണമല്ലോ. അതെ വൃത്തം പോകണമുണ്ടോ എന്തൊരു ഫാസ്റ്റായിട്ടാണ് പോണത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫെർദർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. സി യു ക്യാൻ ലുക്ക് അറൗണ്ട്. നൈറ്റ് വ്യൂ ആണ് ഇവിടെ ഏറ്റവും നല്ലത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ലൈറ്റ്സ് ആണ് ഓൾ അറൗണ്ട്. പിന്നെ ഭയങ്കര വാസ്റ്റാണ്. ഇറ്റ്സ് എ ബിഗ് ഹ്യൂജ് പ്ലേസ് അല്ലേ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ റൈറ്റ് സൈഡിൽ എന്താ പറയുന്നത് ഒരു നല്ലൊരു ബുക്ക് അടുക്കി വെച്ച പോലെ ഒരു ബിൽഡിംഗ് അല്ല, പക്ഷെ അത് ഈ പ്ലാന്റുകൾ വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പ്ലാന്റുകൾ വെച്ചേക്കുന്നതാണ്. അവിടെ ഇന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് അങ്ങനെ നോക്കൂ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് ഇത്. ഉള്ളിലേക്ക് കയറാൻ പറ്റും നമുക്ക്. ഉള്ളിൽ കയറിയിട്ട് നോക്കിയപ്പോഴും ആക്ച്വലി ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അതൊരു പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന ഒരു ഏരിയ ആണെന്നുള്ളത് അല്ലേ. പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ വേറെയും കുറേ അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു സൈഡിൽ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ പ്ലാന്റ്സിന് വെക്കാൻ വേണ്ടി. കൈൻഡ് ഓഫ് എനിക്ക് തോന്നുന്നു അധികം സൺലൈറ്റ് വേണ്ടാത്ത ഒരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സാണ് തോന്നുന്നു അല്ലേ. യെസ്, ഓക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ എടുത്തു. നല്ലൊരു ലുക്ക് അറ്റ് ദ മൂൺ. എന്തൊരു ഭംഗിയല്ലേ ഈ ഷോട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ആക്ച്വലി. കുഡോസ് ടു അവർ ക്യാമറാമാൻ വേറെ ആരുമല്ല, നമ്മുടെ ജൂഡിൻ്റെ ഓൺ ഹസ്ബൻഡാണ്. ഓക്കെ, ആൻഡ് ഹീസ് എ പെസ്റ്ററിങ് ക്യാമറാമാൻ. ഞങ്ങളോട് ഇങ്ങനെ ഇവിടെ നിർത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയാനൊക്കെ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്കറിയോ ഫ്രോഗ് ആൻഡ് ദ നൈറ്റിംഗേൽ എന്നുള്ള പോകത്തിലെ ഫ്രോഗായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറാമാൻ. അറിയാത്തവരുണ്ടെങ്കിൽ ഫ്രോഗ് ആൻഡ് ദ നൈറ്റിംഗേൽ പോം ഒന്നെടുത്ത് വായിക്കും. റൈറ്റ്, അങ്ങനെ ഞങ്ങൾ പിന്നെയും പോയി. ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളുടെ ഫസ്റ്റ് ഫ്യൂ വ്ളോഗ്സിലെ ഒന്നാണിത്. അപ്പോൾ ലൈവ് ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തു ലാസ്റ്റ്. അതെ, പക്ഷെ അത് വോയിസ് ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് നമ്മൾ ലൈവ് വേണ്ടെന്ന് വെച്ചു അല്ലേ. ഇതാണ് അടുത്ത പറഞ്ഞ സ്ട്രക്ചർ. ഒരു ബിൽഡിംഗ് പലതും പണിത് വെച്ചേക്കും. അതും എനിക്ക് പ്ലാന്റ് ആണോ? ഇത് ഗ്ലാസ് ആണ്. ഇത് ഗ്ലാസ് ആണ്. ഗ്ലാസ് ആണ് അല്ലേ. ഗ്ലാസ്സാ തോന്നുന്നു. ഗ്ലാസ് ഉണ്ടാക്കിയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് നാട്ടിലൊക്കെ എനിക്ക് ഓർമ്മ വരും. ഞങ്ങളുടെ അപ്പച്ചനൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ കട്ട് ചെയ്ത് അല്ല മിസൈൽ പോലെ വെച്ച് പിടിപ്പിച്ചില്ല, അതുപോലെ കുറേ ചെടികൾ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് അതിനകത്ത് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അത് നാട്ടിലെ ഓർമ്മ വന്നു ഞങ്ങൾക്ക്. അതിനിടെ കൂടെ ഫോട്ടോഷൂട്ട് പ്ലേസ് അതിനിടെ കൂടെ ജോഷ്ഫർ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു സൈക്കിളില്. അവൻ പിന്നെ കൂടെ തന്നെ ഉണ്ട്. വഴി മിസ്സായി പോകരുതല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എവിടെയൊക്കെ പോകണം ഞങ്ങളുടെ പുറകിൽ കൂടെ അവനും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ സ്പോട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ നല്ല ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറ്റിയ നല്ല കുറേ സ്പോട്ട്സ് ഉണ്ട്. അപ്പോഴാണ് നമ്മളൊരു ട്രീ ലോഗ് കണ്ടത്. അതിനകത്ത് ഫുൾ അറബിക്കാണ് എഴുതി വെച്ചിരുന്നത്. നമ്മുടെ ജൂഡിന് നന്നായിട്ട് അറബി അറിയാം. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ വായിച്ചു തന്നു. ഒന്നുമേ എനിക്ക് മനസ്സിലായില്ല. എന്താ വായിച്ചത് ഓർമ്മ ഉണ്ടോ? ജൂഡ് വായിച്ചതൊന്നും ഓർമ്മയൊന്നുമില്ല. അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്
പക്ഷെ അങ്ങനെ പറയാൻ അറിയാം എനിക്ക്, പക്ഷെ എന്താ വായിക്കാൻ അറിയത്തില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ക്ഷീണിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. കാരണം എന്താ വെച്ചാൽ നടന്ന് മതിയാവും. ലാസ്റ്റ് 2 days ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ തന്നെ ടയേർഡായിരുന്നു, കുറേ വർക്ക് പ്രഷേഴ്സ് കാരണം അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോഴാണ് നമ്മുടെ അതാണ് എൻ്റെ ജോസ്ഫറിന്റെ സിസ്റ്റർ പെട്ടെന്ന് അവൻ ടോയ്ലറ്റ് പോയ തക്കം നോക്കിയിട്ട് അവൻ്റെ സൈക്കിൾ ഗ്രാബ് ചെയ്ത് ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഓടി വന്ന് അവളുടെ സ്നാച്ച് ചെയ്ത് കുറെ ഫൈറ്റ് ചെയ്ത് പിടിച്ച് വാങ്ങിച്ചു. അതെ. ഓക്കെ, പക്ഷെ ഇത് നല്ല ഏരിയ ആണ് കേട്ടോ. ഈ സൈക്കിളൊക്കെ കുട്ടികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓടിക്കാൻ നമുക്ക് പേരൻസിനും കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാം. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ റീലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതെ, കാരണം കുട്ടികൾ സേഫ് ആണ് അതിനകത്ത്. അത്ര റഷ് ഒന്നുമില്ല, പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇച്ചിരി റഷ് ഉണ്ട്. നല്ല പ്ലേസ് ആണ്. അതെ, എന്നാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം. അവർക്ക് ഒരു സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ. ഈ ഒരു ഏരിയ ആണ് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്താ അറിയോ, നല്ലൊരു നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഡാൻസ് സീക്വൻസ് ഒക്കെ ഡാൻസ് നടക്കുന്ന ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഡാൻസ് ഓൾറെഡി നിങ്ങൾ കണ്ട ഡാൻസ് നമുക്ക് പ്ലാനിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ഇവിടെ കയറി നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയതായിരുന്നു. പക്ഷെ നടന്നില്ല. ഇങ്ങോട്ട് വരുമ്പോഴാണ് വാട്ടർ ഫൗണ്ടെയിൻ കണ്ടത്. ഫൗണ്ടെയിൻ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇൻ ആൻഡ് അറൗണ്ട് ആയിട്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു മാപ്പാണ്. എന്താ പറയുന്ന പാർക്കിന്റെ മാപ്പാണ്. അത് ഏത് സ്ഥലത്തേക്ക് പോകണം, ഇന്ന ഏരിയകൾ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരു, അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ഹെറിറ്റേജ് വില്ലേജിലൊക്കെ പോകാൻ. ഇതും വേറൊരു എൻട്രൻസ് ആണ് പാർക്കിന്റെ അവിടെ നിന്ന് തന്നെ. ദിസ് ഇസ് കോൾഡ് മാറ ലാൻഡ്. ഇത് ആക്ച്വലി ജയന്റ് വീലും മേരി ഗോ റൗണ്ടും അങ്ങനെയൊക്കെയുള്ള കുറെ ഒരു ഏരിയ ആണ്. ക്വൈറ്റ് എക്സ്പെൻസീവ് ഐ തിങ്ക് അല്ലേ. അത്യാവശ്യം നമ്മൾ ജസ്റ്റ് അകത്തേക്ക് കയറി കുറച്ച് ഇതൊക്കെ ഒന്ന് എടുത്തു, പ്ലേ ഏരിയ ഒക്കെ ഒന്ന് കണ്ടു കുട്ടികളുടെ. കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പുറത്തേക്ക് തന്നെ ഇറങ്ങി. ലുക്ക് അറ്റ് ദ ജയന്റ് വീൽ അല്ലേ. ലൈറ്റ്സ് ഒക്കെ നല്ല രസമാണ്. നൈറ്റ് വ്യൂ ആണ് ഇവിടെ ഏറ്റവും നല്ലത്. പിന്നെ ഇവിടെ പൊതുവേ ഒമാനിലെ നൈറ്റ് ലൈഫ് ആണുള്ളത്. പക്ഷെ നമ്മൾ കുറച്ച് കണ്ടു, അതുപോലെ തന്നെ തിരിച്ച് ഇറങ്ങി പോകുന്നു. പിന്നെ നമുക്ക് ആ 2 ഫ്ലവർ നമ്മൾ അവിടെ നിന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു. പൊക്കാനൊന്നും പാടില്ല, ഇവിടെ ഒമാനിൽ ഫൈൻ കിട്ടും. നമ്മൾ ആ പറിച്ചതിൻ്റെ ഒരു ത്രില്ല് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പിന്നെ കുറച്ചും കൂടി മുന്നോട്ടേക്ക് നടന്നു. ആ ഒരു പാർക്കിൻ്റെ ഒരു ഫാഗ് എൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബ്യൂട്ടിഫുൾ ലേക്ക് ഉണ്ട്. ആ ലേക്ക് വ്യൂ കൂടി ഓഡിയൻസിനെ കാണിക്കണമല്ലോ. സോ അതിന് വേണ്ടി മുന്നോട്ട് നടന്നു. ഈ കാണുന്നതാണ് ലേക്ക്. അത് 3-4 വർഷം മുന്നേ ഈ മസ്കറ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെയായിരുന്നു നടന്നിരുന്നത് മസ്കറ്റ് ഫെസ്റ്റിവലേ. അപ്പം നമ്മുടെ ഇത് കണ്ടോ, ലേക്കിനകത്ത് ഫുൾ ഇങ്ങനെ മൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഭയങ്കര രസം, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നേ. ഭയങ്കര രസത്തിന് ചുറ്റും ഇങ്ങനെ എന്താ പറയുന്ന ഈ കാർണിവല് പോലെ ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആൾക്കാരൊക്കെ ക്രൗഡഡ് ആയിട്ട് ആ സൈഡിൽ കൂടെ ഒക്കെ നിൽക്കണ്ടാവും. അതെ, ഫുള്ള് ക്രൗഡഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയി ക്ഷീണിച്ച് അവശയായി ചാവൻ ജീവനില്ലാത്ത പോലെ നടക്കുകയായിരുന്നു. ഒരു ബെഡ് കിട്ടിയിരുന്നെങ്കിൽ നടന്നുറങ്ങായിരുന്നു അവിടെ അല്ലേ. ആക്ച്വലി അത്രയ്ക്ക് എത്ര മണിയായിരുന്നു, ലേറ്റ് നൈറ്റ് ആയിരുന്നു തോന്നുന്നു. നല്ല ലേറ്റ് ആയിരുന്നു. എന്നാലും കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ജൂണിൻ്റെ തോളത്ത് കുറച്ച് നേരം കടന്നു. ഫൈനലി ഞങ്ങളുടെ ക്യാമറമാൻ ചീത്ത പറയാൻ തുടങ്ങി. വാ പോവാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകണമല്ലോ. അങ്ങനെ കാർ പാർക്കിംഗ് സ്പേസിലെത്തി. ഞങ്ങൾ കോറം പാർക്കിനോട് ബൈ 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 പറഞ്ഞ് സ്ഥലം വിട്ടു.